കൊല്ലം തേവലക്കരയിലെ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ സംസ്കാരം നാളെ നടക്കും. മിഥുന്റെ മൃതദേഹം നാളെ രാവിലെ 10 മണിയോടെ സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും. ശേഷം വൈകുന്നേരം 4 മണിയോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന മിഥുന്റെ അമ്മ തിരികെ വരാൻ വേണ്ടിയാണ് സംസ്കാര ചടങ്ങുകൾ നീട്ടിവെച്ചത്. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മിഥുന്റെ അമ്മ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ നാട്ടിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. കുവൈറ്റിൽ ഹോം നഴ്സായാണ് മിഥുന്റെ അമ്മ സുജ ജോലി ചെയ്യുന്നത്. ഇവർ ജോലി ചെയ്യുന്ന വീട്ടിലെ ആളുകൾ അടുത്തിടെ വിനോദയാത്രയ്ക്കായി തുർക്കിയിലേക്ക് പോയപ്പോൾ സുജയെയും ഒപ്പം കൂട്ടിയിരുന്നു. നിലവിൽ തുർക്കിയിലുള്ള സുജ ഇന്ന് കുവൈറ്റ് എയർവേസിൽ കുവൈറ്റിലേക്ക് തിരിക്കുമെന്നും രാത്രി 9:30 കുവൈറ്റിലെത്തുമെന്നുമാണ് വിവരം. തുടർന്ന് കുവൈറ്റിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നാളെ പുലർച്ചെ 1:15 ഇൻഡിഗോ വിമാനത്തിൽ പുറപ്പെട്ട് രാവിലെ 8:55 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരും. തുടർന്ന് നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടിലെത്തുമെന്നാണ് കരുതുന്നതെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇന്നലെ രാവിലെയാണ് കൊല്ലത്ത് ദാരുണമായ സംഭവം നടന്നത്. കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വീണ ചെരുപ്പെടുക്കുന്നതിനിടെയാണ് മിഥുന് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്ക് ഏൽക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല.